ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രാവശ്യം ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് ഐറ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് ഐറ്റം, പക്ഷേ ഉള്ളത് നല്ല അടിപൊളി ഐറ്റം കേട്ടോ. അപ്പോൾ ഒരു ചെരുപ്പ്, കുറച്ച് ഡ്രസ്സ്, അങ്ങനെയൊക്കെ ആയിട്ട്. ചെരുപ്പ് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം ഡ്രസ്സ് വെച്ചിട്ട് തന്നെ തുടങ്ങാം. കുറച്ചൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീണ്ടും കവറിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ പാക്കിംഗ് കൂടി കാണിക്കാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ ഈ കളക്ഷൻസൊക്കെ ഞാൻ മേടിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഫുൾ ഒരു വെസ്റ്റേൺ സ്റ്റൈലിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എത്നിക്കാണ് ഇഷ്ടം, പക്ഷേ ഇടയ്ക്ക് ഒരു വെസ്റ്റേൺ കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ അതിന് വേണ്ടി കാണിച്ചിട്ടുള്ള കുറച്ച് കളക്ഷൻസ്, മേടിച്ചിട്ടുള്ള കുറച്ച് കളക്ഷൻസ്. അപ്പോൾ ഫസ്റ്റ് ഇവിടുന്ന് പിടിക്കുക. എത്നിക്ക് ഒരെണ്ണം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഉടുപ്പ് വെച്ചിട്ട് തന്നെ തുടങ്ങാം. നമുക്ക് ഈ ഒരു സ്റ്റൈലി ബ്രാൻഡ് അങ്ങോട്ടാണ്. സ്റ്റൈലി ബ്രാൻഡിൻ്റെ ഇതിന് 600 രൂപ വന്നിട്ടുണ്ട്. 600 രൂപയ്ക്കുള്ളത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നണില്ല. സ്റ്റൈലം ബ്രാൻഡിൻ്റെ. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിക്കാം. സ്റ്റൈലം ബ്രാൻഡിൻ്റെ ഒരു വെസ്റ്റേൺ ഫ്രോക്കാണ് ഇത് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. സ്ലീവ്ലെസ് ആണ് ഇത്. കോളർ നെക്ക് വരുന്നുണ്ട്. സ്റ്റൈലം ബ്രാൻഡിൻ്റെ ഇത് പോപ്കോൺ മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഈ മെറ്റീരിയലിനുള്ള വർത്ത് 600 കൊടുത്തത് എനിക്ക് കൂടുതലായി പോയെന്ന് തോന്നി. ഇതൊരു 400 റേഞ്ചിന് ആണെങ്കിൽ ഇത് ഓക്കെയാണ്. സ്റ്റൈലം ബ്രാൻഡൊക്കെ നല്ല ബ്രാൻഡാണ് കേട്ടോ. ബ്രാൻഡിനൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇടാനും ഒരു ഉഷാറ് തോന്നിയില്ല ഈ സാധനം. പിന്നെ ഇതിൽ ഒരു ബെൽറ്റ് വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട്. ഓവറോൾ ഈ ഒരു തുണിയോട് ഇങ്ങനെ ഒരു ഡ്രസ്സാണ്, ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ ബാക്കിൽ ഇങ്ങനെ തന്നെ ഒരു പ്ലെയിനിൽ വരുന്നതാണ് കേട്ടോ. ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ് എന്ന് പറയുമ്പോൾ ലാർജാണ്. സ്റ്റൈലം ബ്രാൻഡിൻ്റെ ഒക്കെ നല്ല കളക്ഷൻസ് കിട്ടാറുണ്ട് കേട്ടോ. ഈ പക്ഷേ മേടിച്ചത് മാത്രം ഒരു പാളിച്ച പറ്റി. അതിപ്പോൾ എൻ്റെ തോന്നലാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ റിട്ടേൺ ഓപ്ഷനും ഉണ്ടല്ലോ. റിട്ടേൺ വേണമെങ്കിൽ റിട്ടേണും കൊടുക്കാം. ആമസോണിൽ റിട്ടേണും എക്സ്ചേഞ്ച് എല്ലാത്തിനും ഒന്നിനും ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഈ ഒരു കളക്ഷൻ കൂടാണ്ട് ഞാൻ 2 ടീഷർട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടീഷർട്ട് എന്ന് പറയണത് ഒരെണ്ണം ബ്ലാക്കും ഒരെണ്ണം കോഫി ബ്രൗൺ ഷെയ്ഡാണ് മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലണ്ടൻ ഹിൽസ് എന്നുള്ള ബ്രാൻഡിൽ നിന്നാട്ടോ. ലണ്ടൻ ഹിൽസ് ബ്രാൻഡിൻ്റെ ടീഷർട്ടിൻ്റെ കളക്ഷൻസ് ഒരു രക്ഷയില്ല അവരുടെ. ഇതൊരു ലോങ് ടൈപ്പാണ് മേടിച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ലുക്ക്. ടീഷർട്ടിന് നമുക്കൊരു ഓവർ സൈസ് പോലെ ഫീൽ ചെയ്യും, പക്ഷേ ഓവർ സൈസ് അല്ല, ലാർജാണ് ഇതും സൈസ്. ഒരു പൊടിക്കൊരു ലൂസ് പോലത്തെ ഒരു ടീഷർട്ടില്ലേ, ആ ഒരു സ്റ്റൈലാണ് കേട്ടോ ഞാനിത് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ പ്രിൻറ്റ്. ഇത് പക്ക കോട്ടൺ ആണ് കേട്ടോ. ബാക്കിലാണെങ്കിൽ പ്ലെയിനാണ് വരുന്നത്. ലാർജാണ് സൈസ് വരുന്നത്. ഇതിൽ കളർ ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു രക്ഷയില്ല. ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ. ഇത് തന്നെ മേടിക്കേണ്ടി വരും. സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണമെന്ന് വെച്ചാൽ ഇത് ചെക്കൗട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു സജഷനൊക്കെ വരും. നമുക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ആമസോൺകാർ ഓരോരോ സജഷനായിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കളക്ഷൻസ് വേണമെങ്കിൽ അങ്ങനെയും ചെക്ക് ചെയ്യാം. പിന്നെ ഇതും സെയിം ബ്രാൻഡിൽ നിന്ന് തന്നെയാണ് ഞാൻ മേടിച്ചത്. ലണ്ടൻ ഹിൽസ് എന്നുള്ള ബ്രാൻഡിൽ നിന്ന്. നല്ല ബ്രാൻഡ് കേട്ടോ ഇത്. ഇതും കോട്ടൺ തന്നെയാണ് കേട്ടോ. ബ്ലാക്കിൽ ഇതിലും നല്ലോണം കളക്ഷൻസ് ഉണ്ട്. ഈ ലിങ്കിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് വെറൈറ്റീസ് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു ലവിൻ്റെ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു റൈറ്റിംഗ് ആണല്ലോ. ഇതും ലണ്ടൻ ഹിൽ നിന്നല്ലേ എഴുതിയിരിക്കണേ. കണ്ട, ലണ്ടൻ ഹിൽ അവരുടെ ബ്രാൻഡിൽ നിന്നും അവർ നെഞ്ചത്ത് കിടക്കട്ടെ. അപ്പോൾ ഇതിൽ ഫ്രണ്ടിൽ ഇങ്ങനെ പ്രിൻറ്റുകളും അതുപോലെ ഡിസൈൻസൊക്കെ ഇങ്ങനെ മാറും. കളേഴ്സും ഉണ്ടെന്ന് തോന്നുന്നു. ബ്ലാക്കിൽ തന്നെ ഒരു 3-4 ഡിസൈൻസ് ഇതിലുണ്ട്. പിന്നെ കളർ ചേഞ്ചും വരുന്നുണ്ട് കേട്ടോ. ഇതും ലാർജാണ് സൈസ്. കോട്ടൺ ആണ്. ബ്ലാക്ക് പിന്നെ ഫേവറേറ്റ് ആണല്ലോ. എത്ര ഡിസൈൻസ് മാറിയാലും ബ്ലാക്കിൻ്റെ ടീഷർട്ട് നമ്മുടെ പെണ്ണുങ്ങളുടെ കയ്യിൽ ഒരു 10-15 കാണും. അത്രയും ഇഷ്ടപ്പെട്ട ഒരു കളറാണല്ലോ നമുക്ക്. അതിപ്പോൾ കുർത്തി ആയാലും ശരി, ടീഷർട്ടായാലും ശരി, എങ്ങനെയായാലും ശരി. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഒരു ബ്ലാക്കിൽ ഒരു കുർത്തിയും കൂടി മേടിച്ചത്. ഇതും ബ്ലാക്ക്. അതിൽ ഈ കാണുന്നത് മൊത്തേ ഫുൾ എംബ്രോയ്ഡറി കാണുമ്പോൾ പ്രിൻ്റായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അടുത്ത് വന്നിങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ ഒരു തരിപ്പ് പോലെ. ഇത് കാണുന്നത് മൊത്തം എംബ്രോയ്ഡറി ആട്ടോ. കണ്ട, എംബ്രോയ്ഡറി ആണ്. ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ചെറിയ ഇങ്ങനെ തടിപ്പ് വരില്ലേ, ആ ഫീലിംഗ് ആണ് വരുന്നത് കേട്ടോ തൊടുമ്പോൾ. ഇപ്പം ബ്ലാക്കിൽ ഇങ്ങനെ ഓവറോൾ എംബ്രോയ്ഡറിയുടെ ഡിസൈൻ വന്നിട്ടുണ്ട്. അതുപോലെ സ്ലീവ് പോർഷനിലും ഈ ഒരു എംബ്രോയ്ഡറിയുടെ ഡിസൈൻസ് ഫുൾ ഓവറോൾ ആ ഒരു വലിയ ഇലയുടെ ഡിസൈൻ വന്നിട്ട്, പിന്നെ എഡ്ജിലും അങ്ങനെ വന്നിട്ടുണ്ട്. ബാക്ക് സൈഡിലാണെങ്കിൽ പ്ലെയിൻ ആണ് വരുന്നത്. വറങ്ക ബ്രാൻഡിൻ്റെ. അതുപോലെ തന്നെ നെക്ക് പോർഷനിലും ചെറുതായിട്ടൊരു ഡീറ്റെയിലിംഗ്. ഈ ബട്ടൺസ് ഒന്നും ഫങ്ഷനബിൾ അല്ല, അത് അതിൻ്റെ കൂടെ തന്നെയാണ്. ചെറിയൊരു വി നെക്കാണ് വരുന്നത്. ഇത് ഇടണം എന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കൂല.
സൈസ് സ്മോളാണ്. ഞാൻ ലാർജ് സൈസാണ് ഓർഡർ ചെയ്തത്, പക്ഷേ എനിക്ക് കിട്ടിയത് സ്മോളാണ്. അപ്പോൾ ഞാനിത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ലാർജിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചത് മാത്രം. കാരണം ഇത് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും, പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകുന്നുള്ള പറഞ്ഞ പോലെയാണ് കേട്ടോ. ഇത് വരങ്ക ബ്രാൻഡഡ് എന്നൊക്കെ പറയുമ്പോൾ അതാ ഇങ്ങനെയാണ് വരാം കേട്ടോ. സംഭവം ഇങ്ങനെ സ്ലിറ്റിലൊക്കെ ഇങ്ങനെയൊക്കെ പേരൊക്കെ എഴുതിയിട്ടൊക്കെ ആയിരിക്കും വരിക. നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എത്നിക്കിൻ്റെ ഒരു സാധനം പിടിച്ചിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇട്ടതിൻ്റെ കുറിച്ചിട്ട് ആൾക്കാരൊക്കെ ചോദിക്കും, ചേച്ചി മാല എവിടെ നിന്നാണ്, കമ്മൽ എവിടെ നിന്നാണ്, ഈ ഡ്രസ്സ് എവിടെ നിന്നാണ്, ഒക്കെ ആമസോണാണ്. ആമസോണില്ലാത്ത ഒരു കളിയും ഇല്ല. ഇപ്പം ഈ ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ലിബാസ് ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ബ്രാൻഡാണ്, പിന്നെ ഫേവറേറ്റ് ആണ്. പിന്നെ കളർ വൈസും നോക്കിയാൽ ഒരു റാമ ഗ്രീൻ ഷെയ്ഡിൽ യോക്കിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡ് പോർഷനിൽ ഇങ്ങനെ ഒരു ഓർഗൻസിലെ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻഡ് പോർഷനിൽ. അതുപോലെ പാൻറ്റിൻ്റെ റൈറ്റ് സൈഡിൽ പോക്കറ്റും ടോപ്പ് പോർഷൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് പോക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ലാർജാണ് ഇത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. എന്തൊരു കംഫർട്ടബിൾ ആണെന്നറിയോ ഈ സാധനം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ കമ്മലും നമ്മുടെ ആമസോണിൽ നിന്നാണ്. കമ്മൽ, മാല, നല്ല അടിപൊളി മാല. ഒന്ന് വന്ന് അടുത്ത് വന്ന് നോക്ക്. ഈ മാലയും കമ്മലൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ കണ്ടോ, ഇതൊക്കെ മാലര്. ഇപ്പം ഈ മാലയും കമ്മലൊക്കെ എടുത്ത് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനി അടുത്ത മാസമൊക്കെ ഓണം വരാൻ പോവാണ്. ഇപ്പം തന്നെ ചിലപ്പോൾ ആ ടൈം ആകുമ്പോഴേക്കും ചിലപ്പോൾ റേറ്റ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പം റേറ്റ് കുറവാണ്. അപ്പോൾ വേണമെങ്കിൽ മേടിച്ച് വെച്ചോ, ഇത്ര പറയാനുള്ളൂ. അപ്പം ജുംക്കകളുടെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ആമസോണിൽ കാണാം. അതുപോലെ തന്നെ മാലയും കളക്ഷൻസ് കാണാം. ഇത് ജസ്റ്റ് ഒരു ചെയിൻ വിത്ത് ലോക്കറ്റ്. ഒരു രക്ഷയില്ല. പിന്നെ അതിലൊരു ഗ്രീനും മെറൂണിൻ്റെ ഒരു കല്ലിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ട്രഡീഷണൽ ടച്ചായിട്ട് തന്നെയാണ് ഞാനിത് മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്കും അതുപോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്ക് എങ്ങനെ വേണേലും. പിന്നെ ഇതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ലിങ്കിൽ കയറി നോക്കിയാൽ വെച്ചാൽ സജഷനിൽ പിന്നെ ഓരോന്നോരോന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ പിന്നിലിരിക്കുന്ന ഈ ഒരു ചെരുപ്പിൻ്റെ കാര്യം മറക്കണ്ട. പാവം ബാറ്റയുടെ ചെരുപ്പാട്ടാ. ബാറ്റ ബ്രാൻഡഡ് ആണ്. ഇതിൽ 2-3 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഒരു മറൂൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ ചെറിയൊരു ഹീല്, കിറ്റൻ ഹീലാണ് കേട്ടോ ഇത് വരുന്നത്. കിറ്റൻ ഹീൽ ഇതൊക്കെ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്താൽ ഒരു 40 സൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബക്കളല്ല, ഇത് എലാസ്റ്റിക്കാണ് ഇത് വരുന്നത്. പിന്നെ ബ്രാൻഡ് ബാറ്റ. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.